നമസ്കാരം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകർ മുമ്പിലേക്ക് എത്തുകയാണ്. പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ്. സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെയാണ്. നമുക്കറിയാം, കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു മലയാളി ഫ്രം ഇന്ത്യ അല്ലേ, ആ മലയാളി ഫ്രം ഇന്ത്യ കഥ സ്ക്രിപ്റ്റ് മോഷണം നടന്നു എന്ന് പറഞ്ഞ് വലിയ വിവാദങ്ങളുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് പല അഭിമുഖങ്ങളും ഞാൻ എടുത്തൊരു വ്യക്തിയാണ്. ഇത്തരം സാഹചര്യം വന്നപ്പോൾ നാളെ നിർമ്മാതാക്കളുടെ സംഘടനയുടെ എക്സിക്യൂട്ടീവ് യോഗമാണ്. എല്ലാ മാസം നടക്കുന്ന എക്സിക്യൂട്ടീവ് യോഗമാണ്. ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് അജണ്ടകളുണ്ട് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അത് ഏറ്റവും പ്രധാനപ്പെട്ട സിനിമാ മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ടകൾ നാളെ പാസ്സാക്കുന്നു എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതാണ്. ഇപ്പം ഈ സ്ക്രിപ്റ്റ് മോഷണവുമായി ബന്ധപ്പെട്ടപ്പോൾ സാധാരണ സ്ക്രിപ്റ്റ് പ്രൊഡ്യൂസറിന് അവകാശപ്പെട്ടാണ്. ഇപ്പം ഞാനൊരു കഥ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പ്രൊഡ്യൂസറിനെ കേൾപ്പിച്ച് ഡയറക്ടറിനെ കേൾപ്പിച്ച് പ്രൊഡ്യൂസറാണല്ലോ അതിൻ്റെ പണം മുടക്കുന്നത്. അപ്പോൾ പ്രൊഡ്യൂസറിന് അവകാശപ്പെട്ടാണ്. ഇത്ര നാളും അത്തരമൊരു എഗ്രിമെൻ്റ് ഉണ്ടായിട്ടില്ല. എൻ്റെ കഥ ഞാൻ പ്രൊഡ്യൂസറിന് വിൽപ്പന നടത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞൊരു എഗ്രിമെൻ്റ്, അത്തരം എഗ്രിമെൻറ്റുകൾ കൊണ്ടുവരാൻ തീരുമാനിച്ചു. ആ ഒരു തീരുമാനം നല്ല രീതിക്ക് നടപ്പാക്കണം. കാരണം ഇപ്പോൾ ലിസ്റ്റിനാണ് അതിനകത്ത് പ്രതിക്കൂട്ടിലാവുന്ന നിലയിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ പ്രൊഡ്യൂസർ സേഫ് ആകുന്ന നിലയിലേക്കുള്ള കാര്യങ്ങൾ അത് മോഷ്ടിച്ചു വന്നോ എന്ന് ആദ്യം അന്വേഷിക്കും. അതിനുശേഷം എഗ്രിമെൻ്റ് എഴുതുന്നത് ആ കഥയുടെ ഉത്തരവാദിത്വം ആ കഥ എൻ്റെ അവകാശപ്പെട്ടാണ്, ഒരു നിർമ്മാതാവിൻ്റെ അവകാശത്തിൽ പെട്ടതാണ് എന്ന് കൃത്യമായി കാണിക്കാനുള്ള എഗ്രിമെൻ്റ് ഫോം ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അതോടൊപ്പം തന്നെ സിനിമാ മേഖലയിലെ എല്ലാ കാര്യങ്ങളും, ഇപ്പോൾ ഡയറക്ടർ ആയാലും ലിറിക്സ്, ആ പാട്ടുമായി ബന്ധപ്പെട്ട വലിയ വിവാദങ്ങൾ നടക്കുന്നുണ്ട്. പാട്ട് പാടുന്നവർക്ക് പാടാൻ കഴിയാത്ത സ്റ്റേജിൽ പാടാൻ പറ്റാത്ത അവസ്ഥയിൽ കോപ്പിറൈറ്റ് വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ വരികൾ എഴുതിയവർക്ക് മ്യൂസിക്കിൻ്റെ വിഷയം, ഇതെല്ലാം വരുന്നതിലേക്ക് ഇത് പ്രൊഡ്യൂസറിന് പൂർണ്ണമായും അധികാരം. ഇപ്പം ലിറിക്സ് കൃത്യമായിട്ട് എഴുതി ആ പാട്ട് എഴുതുന്ന ആരാണോ, പാട്ടിൻ്റെ രചന ആരാ, അവരുടെ അടുത്തുനിന്ന് എഴുതി വാങ്ങി പ്രൊഡ്യൂസറിന് ഒപ്പിട്ട് കൊടുക്കണം. അതോടൊപ്പം മ്യൂസിക് ചെയ്യുന്നവർ അത് എനിക്ക് അവകാശപ്പെടും എന്ന് വെച്ചാൽ പ്രൊഡ്യൂസറിന് അവകാശപ്പെട്ടതാണെന്ന് കൃത്യമായി എഗ്രിമെൻറ്റിൽ ഒപ്പിടണം. ഇങ്ങനെ രീതിയിലുള്ള നടപടിയിലേക്ക് പോകുന്നു നിർമ്മാതാക്കളുടെ സംഘടന എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. നാളെ എന്ന് വെച്ചാൽ ചൊവ്വാഴ്ച കൂടുന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ ഇതിനൊരു തീരുമാനമാണ്. അത്തരം എഗ്രിമെൻറ്റുകൾ സൈൻ ചെയ്ത് അത് തൊഴിലാളികൾ എന്ന് വെച്ചാൽ ഞാനൊരു ഡയറക്ടറാണെങ്കിൽ ഞാൻ തൊഴിലാളിയാണ്, പ്രൊഡ്യൂസർ പൈസ മുടക്കണം. അപ്പോൾ ഇവർ തമ്മിലുള്ള കരാർ ഒപ്പുവെച്ചതിന് ശേഷമേ ഒരു സിനിമ അവിടെ രജിസ്ട്രേഷൻ നടത്താൻ കഴിയുള്ളൂ. അങ്ങനെ രജിസ്ട്രേഷൻ ചെയ്യുന്ന സിനിമകൾക്ക് അനുമതി കൊടുക്കുള്ളൂ. അല്ലാതെ അത്തരമൊരു എഗ്രിമെൻ്റ് ഇല്ലാതെ വന്ന സിനിമയ്ക്ക് എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നിർമ്മാതാക്കളുടെ സംഘടന ഇനി ഇടപെടില്ല എന്ന നിലയിലേക്ക് പോവുകയാണ് എന്നാണ് എനിക്ക് കിട്ടുന്ന വിവരം. ഇത് കൃത്യമായി കഴിഞ്ഞ ദിവസത്തെ സംഭവ വികാസങ്ങൾ കണക്കിലെടുത്താണ് നിർമ്മാതാക്കളുടെ സംഘടന ഇത്തരം ഒരു തീരുമാനം എടുക്കുന്നതെന്നാണ് കിട്ടുന്ന വിവരം. ഇത് പൊതുവെ ഇവർ നിർമ്മാതാക്കളുടെ സംഘടനയിൽ പല ആളുകളുമായിട്ട് സംസാരിച്ച് ഏകീകരിച്ചെടുത്തിട്ട് എക്സിക്യൂട്ടീവ് യോഗത്തിൽ ചർച്ച ചെയ്ത് പാസ്സാക്കാനുള്ള നടപടിയിലേക്ക് പോകുന്നു എന്നാണ് വിവരം ലഭിച്ചിരിക്കുന്നത്. കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് ഇതെത്തും. കാരണം പല പ്രശ്നങ്ങൾ സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നു എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു ഈ സ്ക്രിപ്റ്റിൻ്റെ മോഷണവുമായി ബന്ധപ്പെട്ട് വന്നത്. അതിലിപ്പോഴും യഥാർത്ഥത്തിൽ ആരാണെന്ന് കണ്ടുപിടിക്കാൻ പോലും കഴിഞ്ഞിട്ടില്ല. അത് അങ്ങനെ ഒരു മോഷണം പോയിട്ടില്ല എന്ന് തന്നെയാണ്, മോഷ്ടിച്ചെടുത്തതല്ല എന്ന് തന്നെയാണ് അന്നത്തെ യോഗത്തിൽ ചർച്ചയിൽ കണ്ടെത്തിയെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനാൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കാൻ എന്നൊരു തീരുമാനത്തിലേക്ക് വേണ്ടിയാണ് ഇത്തരം ഒരു ബൈലോയിൽ ചേർക്കാനുള്ള നടപടികളുമായി പോകുന്നതെന്നാണ് കിട്ടുന്ന വിവരം. എന്തായാലും ചൊവ്വാഴ്ച ചേർന്ന എക്സിക്യൂട്ടീവ് യോഗത്തിൽ അജണ്ടയിലെ പ്രധാനപ്പെട്ട കാര്യമാണ് ഇത്. നിർമ്മാതാക്കൾ എല്ലാവരും, സിനിമാ മേഖല എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. പുതിയ നിർമ്മാതാക്കൾ വരുമ്പോഴും പുതിയ കഥയുമായിട്ട് വരുന്ന സ്ക്രിപ്റ്റ് റൈറ്റർ വരുമ്പോഴും ഈ പുതിയ നിർമ്മാതാക്കളുമായി കാര്യങ്ങൾ അറിയാതെ ചാടിക്കേറി വരുന്ന ഒത്തിരി ആളുകളുണ്ട്. അവർക്ക് ഈ നിയമങ്ങളെല്ലാം മനസ്സിലാക്കാൻ വേണ്ടി നാളത്തെ യോഗത്തിൽ തീരുമാനമുണ്ടാകും. പിന്നീട് അത്തരം ഒരു സൈൻ ചെയ്തതിന് ശേഷം മാത്രമായിരിക്കും നിർമ്മാതാക്കളുടെ സംഘടനയിൽ നിന്നും ഒരു സിനിമയ്ക്കുള്ള അനുമതി നൽകുമെന്നാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന വിവരം.